എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും നമ്മെ തന്നെ ഒരുക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള സമ്മാനം എന്ന് പറയുക നമ്മുടെ അമ്മയാണ്, പരിശുദ്ധ മറിയമാണ്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ആവശ്യങ്ങളിൽ പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട്. നമ്മിൽ ഒരുവനായിട്ട്, നമ്മുടെ അമ്മയായിട്ട് എപ്പോഴും നമ്മുടെ കൂടെ നിന്ന് കാര്യങ്ങൾ നടത്തി തരുന്ന ആ അമ്മയാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ സമ്മാനം. പരിശുദ്ധ അമ്മയെ പറ്റി വചനത്തിൽ പറഞ്ഞിട്ടുള്ളത് വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള വചനം എന്ന് പറയുക വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 42-ാം വാക്യം. എലിസബത്തിനെ കാണുവാനായിട്ട് പരിശുദ്ധ അമ്മ ചെല്ലുമ്പോൾ പരിശുദ്ധ അമ്മയെ നോക്കിയിട്ട് എലിസബത്ത് പറയുന്ന ഒരു വചനമുണ്ട്: സ്ത്രീകളിലെ ഏറ്റവും അനുഗ്രഹീതയായ സ്ത്രീ നീയാണ്. പ്രിയമുള്ളവർ, ഏതൊരു സ്ത്രീയും കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വചനമാണ്. കുറച്ചുകൂടി മുന്നോട്ട് കേൾക്കൊണ്ട് പറയുന്നുണ്ട്, നിന്റെ ഉദരഫലവും അനുഗ്രഹിക്കുകയാണ്. അതിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ് രക്ഷകൻ പരിശുദ്ധ അമ്മയിലൂടെ ഈ ഭൂമിയിലേക്ക് വരാൻ പോകുന്നു എന്നുള്ള വലിയ സത്യം. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് എന്തു നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കണം, ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മയുടെ ഭവനം എന്നറിയപ്പെടുന്ന ലൊറേറ്റോയിൽ പോകാൻ സാധിച്ചു. പരിശുദ്ധ അമ്മയുടെ വീട് എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. കാരണം അവിടെ ഒരു കൊച്ചു ഭവനമുണ്ട്, പരിശുദ്ധ അമ്മ ജനിച്ച് വളർന്ന സ്ഥലമുണ്ട്. അവിടെ നമ്മൾ ചെല്ലുമ്പോൾ ഒത്തിരി പേര് അവിടെ വരുന്നത് പ്രാർത്ഥിക്കാനായിട്ട്. വിനയത്തിൽ പരിശുദ്ധ അമ്മ ജീവിച്ചത്, വിശ്വാസം ജീവിച്ചത്, സ്നേഹത്തിൽ ജീവിച്ചത് നമുക്ക് അനുഭവിച്ചറിയാൻ നമുക്ക് അവിടെ സാധിക്കും. പരിശുദ്ധ അമ്മയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മ എന്നും ഒരു ശക്തിയായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ജപമാല കൈകളിൽ എന്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നിങ്ങളെ